ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ സാജൂസ് മൊമെൻറ്റ്സ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവങ്ങളിലൊന്നായ സാമ്പാറാണ്. സോ നമ്മുടെ ഷോർട്സ് ചാനലിൽ ലിങ്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സാമ്പാറിൻ്റെത്. അത് വേറൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലിടാം. ഇൻഗ്രീഡിയൻസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ തുവരപ്പരിപ്പ് മസ്റ്റാണ് കേട്ടോ സാമ്പാറിൽ. നമ്മൾ യൂസ് ചെയ്യുന്ന പരിപ്പ് തുവരപ്പരിപ്പാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഗ്യാസ് കത്തിച്ചിട്ട് കുക്കറിൽ 1 to 3 വിസിലെടുക്കുക. ഞങ്ങളിവിടെ 2 വിസിലെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് നോക്കുകയാണെങ്കിൽ മത്തക്ക, വെണ്ടക്ക എന്നിവയൊക്കെ മെയിനാണ്. പക്ഷേ ഞങ്ങളിവിടെ മത്തങ്ങയും ക്യാരറ്റും ആണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് വെജിറ്റബിൾസ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിലും വാഷിംഗ് ഇസ് ദ മെയിൻ തിങ്. ഇനി നമുക്ക് വാട്ടർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ കൊട്ട യൂസ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ബയോയിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നീട് ഉരുളി വെക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം സ്റ്റൗ കത്തിക്കുക, പിന്നെ ഉരുളി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഓയിൽ ഓർ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഞങ്ങളിവിടെ ഇപ്പോൾ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഞങ്ങളുടെ ട്രൈപോഡ് ഒടിഞ്ഞത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നല്ല രസത്തിൽ കടുക് പൊട്ടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്നിച്ചാണ് കേട്ടോ എടുത്തത്, കാരണം ഞാൻ ഈ പരിസരത്തെ വന്നിട്ടില്ല. ഇതാണ് പച്ചമുളക്, വേപ്പില എന്നിവയൊക്കെ ഇട്ട് വെക്കാം. അപ്പം നമ്മളിതൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, സവാള, തക്കാളി ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റാം. നിങ്ങളുടെ സ്ഥലത്ത് എങ്ങനെയാണ് വഴറ്റുക എന്നൊക്കെ തന്നെ ഇരിക്കുമല്ലേ പറയുക. നമ്മളൊന്ന് സോർട്ട് ചെയ്യാം. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് സോർട്ടായി വരുമ്പോഴത്തേക്കിനും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ എന്തുണ്ടാകും, മുളക് പൊടി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ, നമ്മുടെ എരിവിനനുസരിച്ച്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴാണ് നമ്മുടെ മല്ലിപ്പൊടിയാണ് ഇട്ടിട്ടത്. കൺഫ്യൂഷൻ ആയിപ്പോയി. മല്ലിപ്പൊടി കഴിഞ്ഞിട്ട് ഇതാ നമ്മളതിൻ്റെ മുകളിൽ തന്നെ സാമ്പാർ പൊടി ഇടുന്നുണ്ട്. അപ്പോൾ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു. അപ്പോഴാണ് നമ്മുടെ എന്ത് വന്നത്, പരിപ്പ്. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. കാരണം നമ്മൾ ചിലർ കണ്ടിട്ടുണ്ട് ഈ പരിപ്പിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് നമ്മളതൊറ്റ വിസിലെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ചെയ്ത സ്റ്റെപ്പ് താളിക്കലാണ്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു നല്ല ഫ്ലേവറും കുറുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് പരിപ്പ് ആ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് കുറച്ച് മിക്സിയിൽ വെജിറ്റബിൾസും ഇട്ടിട്ടാണ് നമ്മൾ വിസിൽ ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മുടെ ഇതിൽ കുറച്ച് കുറുക്ക് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. സാമ്പാറിനെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പച്ചവെള്ളം പോലെ ഇരിക്കുന്ന സാമ്പാറൊന്നും നമുക്ക് സദ്യയിലൊക്കെ ഒഴിക്കുമ്പോൾ ഒരു കുറുക്കുള്ള നല്ല കഷ്ണങ്ങളൊക്കെ കാണുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് വെജിറ്റബിൾസും അതിൻ്റെ മുകളിൽ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റൗ കത്തിച്ചിട്ട് ഒരു വിസിലെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പാറിൽ വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് കേട്ടോ ഈ പുളിവെള്ളം. അപ്പം നമ്മൾ നല്ലപോലെ ഇതിനെ വാളംപുളി എന്നാണ് കേട്ടോ പറയുക. കോൽപ്പുളി, വാളംപുളി എന്നൊക്കെ പറയും. ആ പുളി വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ട് അതിട്ടതാണ്. അങ്ങനെ നമ്മൾ മൂടി വെച്ച് തുറക്കുമ്പോൾ ഇതാണ് കാഴ്ച. നല്ലപോലെ കുമിള വന്ന് തിളക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലെ വെജിറ്റബിൾസ് ആവുന്നുണ്ട്. ക്യാമറയിൽ കാവി അടിച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വെജിറ്റബിൾസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട് ഒഴിക്കുക. കാരണം അല്ലെങ്കിൽ അടിയിലത്തെ പരിപ്പ് അവിടെ കിടക്കും. നമ്മൾ കറക്കിയിട്ട് എടുത്തു കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ കറക്കിയിട്ട് എന്ത് ചെയ്യുക, പരിപ്പ് എടുക്കുക. അതിൻ്റെ അത് ആ മിക്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളെ കഷ്ണങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ അത് ആ ഒരു കുക്കറിൽ തന്നെ കുറച്ചുകൂടി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. കാരണം നമ്മളിത് കുറച്ച് വറ്റിക്കും. അടുപ്പിൽ കിടന്ന് വറ്റുന്ന സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാമ്പാർ ശരിക്കും പൊട്ടാറ്റോ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ ഇന്നിവിടെ പൊട്ടാറ്റോ നിർഭാഗ്യവശാൽ പൊട്ടാറ്റോ ഇല്ലാത്തത് കൊണ്ട് സാമ്പാറിൽ ഇട്ടിട്ടില്ല. ഞാൻ സാമ്പാറിൽ ശരിക്കും കൂട്ടുന്ന ഒരു വെജിറ്റബിളിലൊന്നാണ് പൊട്ടാറ്റോ. എൻ്റെ ഉമ്മയും കണക്ക് തന്നെ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അത് പഞ്ചസാര വേണമെന്നില്ല, ശർക്കര ആയാലും ആഡ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. പിന്നെ ഇതിലേക്ക് കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ആവാനാണ് കേട്ടോ. ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം.
ആൻഡ് കുറച്ചും കൂടി കായപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറവായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമ്മളിനി ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. നമ്മുടെ ഓണം എപ്പിസോഡ്സ് കുറച്ചും കൂടി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ റെസിപ്പീസ് നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബിലോ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ നല്ല രസമായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹായ്, നല്ല ഭംഗിയുണ്ട്, നല്ല രസത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല കേട്ടോ. എല്ലാവരും ഈ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക.